യൂറോപ്പിൽ, സ്വീഡനിൽ അവിടെയുള്ള സ്കൂളുകളിൽ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കരുത് എന്ന ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. ഒരു കുട്ടിയുടെയും കയ്യിൽ ക്ലാസ് റൂമിൽ ഇനി മൊബൈൽ വേണ്ട, ഡിജിറ്റൽ സംവിധാനങ്ങളൊന്നും അവലംബിക്കാതെയാണ് സ്കൂളുകളിൽ കുട്ടികൾ പഠിക്കേണ്ടത് എന്ന ഒരു പുതിയ ചിന്ത ഇപ്പോൾ വന്നിരിക്കുകയാണ്. കമ്പ്യൂട്ടർ ആസ്പദമാക്കി എഴുതുകയും പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നവരുടെ ബുദ്ധി കുറഞ്ഞു വരികയാണെന്നും പുതിയ കണ്ടെത്തലുകൾ വെളിപ്പെടുത്തുന്നത്. വിഷയം വളരെ ഗൗരവമുള്ളതാണ്. നിസ്സംഗത വളർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇന്ന് ഡിജിറ്റൽ ലോകമാണ്. മറ്റെല്ലാം മറക്കുകയും കാണേണ്ടവരെ കാണാതെ പോകുന്നു, കേൾക്കേണ്ടത് കേൾക്കാതെ പോകുന്നു, അറിയേണ്ടത് അറിയാതെ പോകുന്നു. അറിവുകൾ വാരിക്കൂട്ടാൻ ഏറ്റവും ആവശ്യം കമ്പ്യൂട്ടറുകളാണ് എന്ന് പറയുന്നവരുണ്ട്. അത് ശരിയുമാണ്. പക്ഷേ അത് ഉപയോഗപ്പെടുത്താമെങ്കിലും അതുമാത്രം മതി എന്ന ചിന്തയിലേക്ക് മനുഷ്യൻ എത്തുന്നതോടുകൂടി അവൻ പരിസരം തന്നെ മറക്കുകയാണ്. പല വിഷയങ്ങളിലും അശ്രദ്ധ വ്യാപകമാവുകയാണ്. ഈ ഒരു ദുരന്തം അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്തും സംഭവിക്കും എന്ന ഒരു ഭീതി, ആശങ്ക നമുക്കെല്ലാം ഉണ്ട്. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അറിയാത്തത് അറിയാനുള്ള ത്വരയും ഉത്സാഹവും എല്ലാ ജനങ്ങൾക്കും ഉണ്ടാകണം. AI കൊണ്ട് പല നേട്ടങ്ങളുമുണ്ട്. മണിക്കൂറുകളോളം തിരഞ്ഞിട്ട് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ AI മുഖേന നമുക്ക് ലഭിക്കുന്നുണ്ട്, വിവരങ്ങൾ. പക്ഷെ അതെല്ലാം ഉള്ളപ്പോൾ തന്നെ വളർന്നു വരുന്ന കുട്ടികളിൽ നിസ്സംഗതയും പരിസരങ്ങളെ സംബന്ധിച്ചുള്ള ബോധമില്ലായ്മയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് യൂറോപ്പിലെ ചില രാഷ്ട്രങ്ങൾ പുതിയ നിലപാടിലേക്ക് കടന്നു വരുന്നത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഉണർന്ന് ചിന്തിക്കാൻ രക്ഷിതാക്കൾ ഉത്സാഹിക്കണം. എല്ലാ സമയത്തും മൊബൈലിൽ മാത്രം കണ്ണുനട്ട് അവസാനം കാഴ്ചശക്തി തകരാറാകുന്ന ഒട്ടേറെ കേസുകൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കായികശേഷി ലഭിക്കാൻ ആവശ്യമായ വിനോദങ്ങളിൽ പോലും ഏർപ്പെടാൻ ഇന്ന് യുവാക്കൾക്ക് സമയമില്ല. അപ്പോഴും അവർ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലാണ്. ഇത്തരം കാര്യങ്ങളെപ്പറ്റി നമ്മുടെ അധ്യാപക സമൂഹവും രക്ഷിതാക്കളും ബോധത്തോടെ ആലോചിക്കുകയും പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും വേണം. ഇക്കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇവിടെ ഉണർത്തിയത്. വിദ്യാഭ്യാസ രംഗത്തുള്ള വലിയ മുന്നേറ്റങ്ങൾ അക്ഷരങ്ങൾ കൂട്ടി വായിക്കുക എന്നതിലല്ല വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം കുടിക്കൊള്ളുന്നത്. മറിച്ച് കാണേണ്ടത് കാണാൻ, കേൾക്കേണ്ടത് കേൾക്കാൻ, അറിയേണ്ടത് അറിയാൻ, അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള പ്രചോദനമാണ് വിദ്യാഭ്യാസത്തിലൂടെ രൂപപ്പെടേണ്ടത്. അതിനുവേണ്ടിയാകട്ടെ നമ്മുടെ പരിശ്രമവും ഉത്സാഹവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.